ഹലോ, അസ്സാം വലൈക്കും. ഹിജാബി ഹാങ്ങൗട്ടിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഓരോരുത്തരും ദിവസവും ഖുർആൻ പാരായണം ചെയ്യുന്ന, എന്നാൽ അതിൻ്റെ ആഴം പൂർണ്ണമായി ഉൾക്കൊള്ളാത്ത ഒരു അധ്യായമാണ് സൂറത്തുൽ ഇഖ്ലാസ്. വെറും 4 ആയത്തുകൾ മാത്രമുള്ള ഈ സൂറത്ത് നമ്മുടെ ഹൃദയത്തിൻ്റെ പൂട്ടുകൾ തുറക്കാനുള്ള സ്വർഗീയ താക്കോലാണെന്ന് നിങ്ങൾക്കറിയാമോ? അള്ളാഹുവിൻ്റെ ഏകത്വത്തിൻ്റെയും നിരുപാധികമായ സ്നേഹത്തിൻ്റെയും ആത്മീയ ശുദ്ധീകരണത്തിൻ്റെയും രഹസ്യങ്ങൾ ഇതിൽ ഒളിഞ്ഞിരിക്കുന്നുവെന്ന് എത്ര പേർക്കറിയാം? ലോക പ്രശസ്ത ചിന്തകൻ റൂമിയുടെ കാഴ്ചപ്പാടിലൂടെ ഈ സൂറത്തിൻ്റെ ആന്തരിക ലോകത്തേക്ക് നമുക്കൊന്ന് യാത്ര ചെയ്യാം. ഇഖ്ലാസ് എന്നാൽ എന്ത്? റൂമിയുടെ അഭിപ്രായത്തിൽ ഒരു അടിമ തൻ്റെ അഹന്തതയെ അഥവാ ഈഗോയെ പൂർണ്ണമായും വെടിഞ്ഞ് അള്ളാഹുവിൻ്റെ മാത്രം അസ്തിത്വം കാണുമ്പോഴാണ് ഇഖ്ലാസ് എന്ന് ഉണ്ടാകുന്നത്. ഇത് വെറും ഒരു പാരായണമല്ല, മറിച്ച് നമ്മുടെ അള്ളാഹുവിൻ്റെ ഏകത്വത്തിൽ ലയിപ്പിക്കലാണ്. നമ്മളെ അള്ളാഹുവിൻ്റെ ഏകത്വത്തിൽ ലയിപ്പിക്കലാണ് ഇഖ്ലാസ്. ഈ സൂറത്ത് അഥവാ സൂറത്തുൽ ഇഖ്ലാസ് ഹൃദയത്തിൽ പാരായണം ചെയ്യുമ്പോൾ യാതൊരു ഇരുട്ടിനും കെടുത്താൻ കഴിയാത്ത ഒരു ദിവ്യപ്രകാശം അള്ളാഹു ആ ഹൃദയത്തിൽ നിറയ്ക്കുന്നു. അള്ളാഹുവിൻ്റെ സത്യതയിലേക്കുള്ള കണ്ണാടി. സൂറത്തുൽ ഇഖ്ലാസ് അള്ളാഹുവിൻ്റെ സത്തയെ പ്രതിഫലിപ്പിക്കുന്ന ഏറ്റവും പരിശുദ്ധമായ കണ്ണാടി പോലെയാണെന്ന് റൂമി വിശദീകരിക്കുന്നു. ഈ ലോകത്ത് മനുഷ്യർ സമ്പത്തിനും പ്രശസ്തിക്കും പിന്നാലെ ഓടുമ്പോൾ ഇഖ്ലാസ് മനസ്സിലാക്കിയവർ ഈ ഓട്ടം അവസാനിപ്പിക്കുന്നു. കാരണം അള്ളാഹു അല്ലാതെ മറ്റൊന്നും യാഥാർത്ഥ്യത്തിൽ നിലനിൽക്കുന്നില്ല എന്ന് അവർ തിരിച്ചറിയുന്നു. ഹൃദയത്തിൽ നാം അറിയാതെ പ്രതിഷ്ഠിച്ചിട്ടുള്ള വിഗ്രഹങ്ങളെ തകർക്കാനുള്ള ഏറ്റവും വലിയ ആയുധമാണിത്. ഭയത്തെ അകറ്റുന്ന ഏകത്വം ഉണ്ടാകണം. ഈ സൂറത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി അത് ഭയത്തെ ഉരുക്കിക്കളയുന്നു എന്നതാണ്. മരണഭയം, ഒറ്റപ്പെടൽ, ഭാവിയെക്കുറിച്ചുള്ള ആശങ്ക എന്നിവ ഇഖ്ലാസിൻ്റെ വെളിച്ചത്തിൽ ഇല്ലാതാകുന്നു. അഹദ്, ഏകൻ എന്ന വാക്കിന് ഒന്ന് എന്നതിലുപരി അവൻ മാത്രം എന്നാണർത്ഥം. അവൻ മാത്രം ഉള്ളപ്പോൾ നമുക്ക് മറ്റൊന്നിനെയും ഭയപ്പെടാനില്ല. ലം യലിദ് വലം യൂലദ് എന്ന വാക്യം നമ്മെ സമയത്തിന് അതീതമായ ഒരു ലോകത്തേക്ക് കൊണ്ടുപോകുന്നു. അള്ളാഹുവിൻ്റെ സാന്നിധ്യം. അള്ളാഹു സമദ്, അവൻ ശാശ്വതമായ അഭയമാണ്. നമുക്ക് എല്ലാവരെയും ആവശ്യമുണ്ട്, എന്നാൽ അവന് ഒന്നിനെയും ആവശ്യമില്ല. ജീവിതത്തിലെ ഏറ്റവും തകർന്ന നിമിഷങ്ങളിൽ ആരും കൂടെ ഇല്ലാത്തപ്പോൾ ഈ സൂറത്ത് മന്ത്രിക്കുന്നത് ഞാൻ ഇവിടെയുണ്ട് എന്നാണ്. നമ്മുടെ ഹൃദയത്തിലെ മുറിവുകളെ സുഖപ്പെടുത്താൻ അള്ളാഹുവിന് മാത്രമേ കഴിയൂ. സൂറത്തുൽ ഇഖ്ലാസ് കേവലം അക്ഷരങ്ങളല്ല, അത് ജീവിതത്തിൻ്റെ ഗതി മാറ്റാൻ കഴിയുന്ന ദിവ്യരഹസ്യമാണ്. ഓരോ തവണ ഇഖ്ലാസ് പാരായണം ചെയ്യുമ്പോഴും നമ്മളും അള്ളാഹുവും തമ്മിലുള്ള മറകൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു, അത് ഇല്ലാതാകുന്നു. നാം ഇനി ഒറ്റയ്ക്കല്ല എന്ന തിരിച്ചറിവാണ് ഒരു ദാസന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനം. സൂറത്തുൽ ഇഖ്ലാസിൻ്റെയും റൂമിയുടെ ദർശനങ്ങളുടെയും ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ ഇനിയും അത്ഭുതകരമായ ഒരുപാട് രഹസ്യങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. ആത്മീയമായി ഒരു മനുഷ്യനെ മാറ്റിയെടുക്കാൻ ഈ 4 വരികൾ എങ്ങനെ നമ്മളെ സ്വാധീനിക്കുന്നു എന്നതിനെക്കുറിച്ചിട്ട് ഒരു വിവരണം നമുക്ക് നോക്കാം. 1. ഹൃദയത്തെ ശൂന്യമാക്കൽ. റൂമി പഠിപ്പിക്കുന്നത് ഒരു പാത്രം നിറഞ്ഞതാണെങ്കിൽ അതിൽ പുതിയതൊന്നും നിറക്കാൻ കഴിയില്ല എന്നാണ്. നമ്മുടെ ഹൃദയം ദുനിയാവിനോടുള്ള സ്നേഹം, അസൂയ, അഹങ്കാരം എന്നിവ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. സൂറത്തുൽ ഇഖ്ലാസിലെ അഹദ് എന്ന പദം ഹൃദയത്തിൽ പതിക്കുമ്പോൾ അത് അള്ളാഹു അല്ലാത്ത മറ്റെല്ലാത്തിനെയും പുറന്തള്ളുന്നു. ഹൃദയം ശൂന്യമാകുമ്പോൾ മാത്രമേ അവിടെ ദൈവത്തിൻ്റെ പ്രകാശം നിറയുകയുള്ളൂ. 2. സമദ് എന്ന അത്ഭുതം. നമ്മൾ പലപ്പോഴും സഹായത്തിനായി മനുഷ്യരിലേക്ക് നോക്കുന്നു, എന്നാൽ മനുഷ്യന്മാർക്ക് പരിമിതികളുണ്ട്. അള്ളാഹു സമദ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രഖ്യാപിക്കുന്നത് എൻ്റെ സൃഷ്ടാവ് ആരെയും ആശ്രയിക്കാത്തവനും എന്നാൽ സർവ്വ ചരാചരങ്ങളും അവനെ ആശ്രയിക്കുന്നവനുമാണ് എന്നാണ്. ഇത് തിരിച്ചറിയുന്ന ഒരാൾക്ക് പിന്നീട് ആരോടും പരാതികളുണ്ടാകില്ല. ഈ ബോധം ഒരാളിൽ ഉണ്ടാക്കുന്ന ആത്മവിശ്വാസം വളരെ വലുതാണ്. 3. അഹംഭാവത്തിൻ്റെ മരണം. മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശത്രു അവൻ്റെ അഹം ആണ്. ഞാൻ എന്ന ഭാവമാണ് എല്ലാ പ്രശ്നങ്ങളുടെയും വേര്. സൂറത്തുൽ ഇഖ്ലാസ് പഠിക്കുന്നത് അള്ളാഹുവിന് സമാനമായി ഒന്നുമില്ല എന്നാണ്. വലം യകുല്ലഹു കുഫുവൻ അഹദ്. ഈ സത്യം ഉൾക്കൊള്ളുന്ന ഒരാൾക്ക് മറ്റൊരാളേക്കാൾ താൻ വലിയവനാണെന്ന് തോന്നില്ല. വിനയത്തിൻ്റെ ഏറ്റവും വലിയ പാഠം ഈ സൂറത്ത് നൽകുന്നു. 4. സ്നേഹത്തിൻ്റെ രഹസ്യം. ഈ സൂറത്ത് അള്ളാഹുവിനൊരു ലഘു പരിചയമാണ്. നമ്മൾ ഒരാളെ സ്നേഹിക്കണമെങ്കിൽ ആദ്യം അയാളെ അറിയണം. അള്ളാഹു ആരാണെന്ന് ഏറ്റവും ലളിതമായി ഈ സൂറത്ത് പറഞ്ഞു തരുന്നു. നാം അള്ളാഹുവിനെ സ്നേഹിച്ചു തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും വേദനകളും ആ സ്നേഹത്തിൽ അലിഞ്ഞു പോകും. റൂമി പറഞ്ഞതുപോലെ സ്നേഹം വന്നാൽ വേദനകൾ മധുരമാകും. 5. സൂറത്തുൽ ഇഖ്ലാസ് ആത്മീയ കവചവും. രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് പ്രതിസന്ധികളിലും ഈ സൂറത്ത് പാരായണം ചെയ്യുന്നത് ഒരു കവചം പോലെയാണ്. ഇത് വെറും ഒരു വിശ്വാസമല്ല,
മറിച്ച് ആത്മാവിന് ലഭിക്കുന്ന ഒരു ഊർജ്ജമാണ്. അള്ളാഹു എൻ്റെ കൂടെയുണ്ട്, അവൻ ഏകനാണ്, അവൻ ശക്തനാണ് എന്ന ചിന്ത മനസ്സിനെ എല്ലാവിധ നിഷേധാത്മക ചിന്തകളിൽ നിന്നും സംരക്ഷിക്കുന്നു. സൂറത്തുൽ ഇഖ്ലാസ് നാവ് കൊണ്ട് ഓതുന്നതിനേക്കാൾ അത് ഹൃദയം കൊണ്ട് അനുഭവിക്കാനാണ് നാം ശ്രമിക്കേണ്ടത്. ഓരോ തവണ പാരായണം ചെയ്യുമ്പോഴും അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ നമ്മുടെ രക്തത്തിലും ചിന്തയിലും ലയിച്ചു ചേരണം. അപ്പോഴാണ് ഹൃദയം യഥാർത്ഥത്തിൽ മാറുന്നത്. ഈ വീഡിയോ നിങ്ങളുടെ ഹൃദയത്തിൽ സ്പർശിച്ചുവെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അള്ളാഹുവിൻ്റെ കാരുണ്യം സമാധാനവും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം ഇൻഷാ അള്ളാഹ്.